ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറക്കുന്ന ഒരു ടൈമല്ല, അപ്പോൾ എല്ലാവരും പുതിയ പുസ്തകവും ബാഗും കൂടെയൊക്കെ വാങ്ങുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ കൊല്ലം നമ്മളെ മക്കൾ യൂസ് ചെയ്തിട്ടുള്ള ബാഗൊക്കെ ഉണ്ടാവില്ല, അധികം ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബാഗ് ഉണ്ടെങ്കിൽ ആ ബാഗിനെ നമുക്ക് പുതുപുത്തനാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അഴുക്കും മാറാലും കരിമ്പനൊക്കെ പിടിച്ചിട്ട് പേനയുടെ വരകളും ഒക്കെ ആയിട്ട് ആകെ മുഷിഞ്ഞ് കിടക്കുന്ന ബാഗിനെ നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ടാവും. അത് വേറെ കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവില്ല, അഴുക്ക് പിടിച്ചിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാനുള്ള ഒരു മടി കൊണ്ട് നമ്മളത് മാറ്റിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ബാഗൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്ത് കയ്യിൽ പിടിച്ചോ, നമുക്ക് പെട്ടെന്ന് അതിനെ പുത്തനാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്കതിനായിട്ട് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതേ നമ്മളിവിടെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ കൊല്ലം മോള് യൂസ് ചെയ്തിട്ടുള്ള ബാഗാണ്. അപ്പോൾ ഈ ബാഗിന് പ്രത്യേകിച്ച് ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സിബിനായിക്കോട്ടെ അതുപോലെ ഇതിൻ്റെ മെറ്റീരിയലിനായിക്കോട്ടെ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. പക്ഷേ ഇതിൻ്റെ കളറൊക്കെ കുറച്ചൊന്ന് മങ്ങിയിട്ട് ഇത്തിരി അഴുക്കൊക്കെ പിടിച്ച് പൊടിയൊക്കെ പിടിച്ച് പൂപ്പലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പിള്ളേരാകുമ്പോൾ പേന കൊണ്ടൊക്കെ എഴുതിയിട്ടുണ്ടാവും ബാഗും ഓരോ പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണെന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള അഴുക്ക് പിടിച്ച പഴയ ബാഗ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വേഗം എടുത്ത് പിടിച്ചോ, നമുക്കിത് പുത്തനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അധികം റിസ്ക് ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ചെറിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ക്ലീനാക്കി പുത്തനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടല്ലോ ഇപ്പോഴത്തെ ഈ ബാഗിൻ്റെ ഒരു കോലം നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്, പൊടിയൊക്കെ പിടിച്ച് പൂപ്പലൊക്കെ വന്നിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനൊന്ന് പുത്തനാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് അപ്പക്കാരം എന്നൊക്കെ പറയില്ലേ, അത് കേട്ടോ. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ 1 ടീസ്പൂണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണ് ഡിറ്റർജൻറ്റ് പൗഡർ, അതായത് സോപ്പും പൊടി ഉണ്ടല്ലോ. സോപ്പും പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സോപ്പ് വാട്ടറൊക്കെ ഉണ്ടാവില്ല, സോപ്പ് ലിക്വിഡൊക്കെ ഉണ്ടാവില്ല, അത് ചേർത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് തന്നെ എടുക്കുക. നമുക്ക് കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. നമ്മൾ പാനോണ്ടൊക്കെ എഴുതിയിട്ടുണ്ടാവില്ലേ ബാഗും, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേസ്റ്റ് യൂസ് ചെയ്യണത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് വിനീഗറാണ്, അതായത് സൊറുക്ക എന്നൊക്കെ പറയില്ലേ, ഈ ഒരു സംഭവം. ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാനാണ്. ഇത് ഒഴിക്കുമ്പോൾ തന്നെ ഇതുപോലെ നിറഞ്ഞ് പതയായിട്ട് വരും കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. വിനീഗർ ഒഴിക്കുമ്പോൾ ഒരുപാടൊന്നും ഒഴിക്കേണ്ട, നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ വെള്ളം ചേർക്കുന്നതിന് പകരം നമ്മൾ വിനീഗർ ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിറഞ്ഞിങ്ങനെ പതയായിട്ട് വരും. അത് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ആ പേസ്റ്റൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവാണ്ട്, പേസ്റ്റ് കുറച്ചിങ്ങനെ കട്ടയായിട്ടല്ലേ എടുക്കുക, അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ചെറിയൊരു ലിക്വിഡ് പോലെയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കുറച്ച് കട്ടിയുള്ള ഒരു ലിക്വിഡായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന സംഭവങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാനൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു നമ്മുടെ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, പഴയ ബ്രഷ് നമ്മൾ ഉപയോഗിക്കാണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവില്ലേ, അതെടുക്കുക. അതെടുത്തിട്ട് ആ ബ്രഷ് കൊണ്ട് വേണം നമുക്കിതൊന്ന് ഉരച്ച് ക്ലീൻ ആക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ലിക്വിഡ് നമുക്ക് ഇതിലേക്കൊന്നിങ്ങനെ തേച്ച് കൊടുക്കുക. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ ജസ്റ്റ് ഒരുപാട് പ്രഷറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതുമുള്ള അഴുക്കും അതുപോലെ പേനോണ്ട് എഴുതിയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, പേനയുടെ കറ, അതുപോലെ കരിമ്പന്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നല്ല അഴുക്കൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ച് കട്ടിയിൽ തന്നെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും കൂടുതലായിട്ട് അഴുക്കുള്ള ഭാഗത്താണ് നമ്മളിത് തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ സാധാരണ പൊടിയൊക്കെ പിടിച്ച ബാഗാണെങ്കിൽ നമുക്ക് ജസ്റ്റ് സോപ്പും പൊടി ഇട്ടിട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ തന്നെ നല്ല ക്ലീനായി കിട്ടും. പക്ഷേ നന്നായിട്ട് അഴുക്ക് പിടിച്ച, കരിമ്പം പിടിച്ച, അതുപോലെ പാനോണ്ടൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്കിങ്ങനെ തേച്ച് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്, നമുക്ക് വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബാഗ്, പഴയ ബാഗിനെ പുതിയ ബാഗാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ എല്ലാ ഭാഗത്തൊന്നും ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്കൂൾ തുറക്കുന്ന ടൈമിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പൈസ പൊടിയുന്നൊരു ടൈമാണ്. 2ഉം 3ഉം ഒക്കെ കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബാഗും പുസ്തകവും കുട ബാക്കിയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിനൊക്കെ നല്ലൊരു പൈസ വരും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ ബാഗിന് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പുത്തനാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി സൂത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ ബാഗൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ക്ലീൻ ആക്കി നോക്കട്ടോ, പുതിയതായിട്ട് കിട്ടും. നന്നായിട്ട് അഴുക്കൊക്കെ പോയി വെട്ടി തിളങ്ങുന്ന രീതിയിൽ പുത്തനായിട്ട് തന്നെ കിട്ടും. പ്രത്യേകിച്ച് കീറലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ബാഗിനെ കഴിഞ്ഞ കൊല്ലമൊക്കെ യൂസ് ചെയ്ത ബാഗ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇതുപോലെ വാഷ് ചെയ്തിട്ട് ഇക്കൊല്ലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മൾ അഴുക്ക് പിടിച്ചതല്ലേ എന്നൊക്കെ കഴുകാൻ മടിയായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ മാറ്റിയിട്ടിട്ടുണ്ടാവും.
പക്ഷേ നമ്മൾ ഒരു മടിയും വേണ്ട, ഒരു 5 മിനിറ്റ് വേണ്ടോ നമുക്കിതൊന്ന് ക്ലീൻ ആക്കാനായിട്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്കിതിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കാര്യമായിട്ടുള്ള അഴുക്കുകളും കരിമ്മനും അതുപോലെ പേനയുടെ മഷിക്കറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി കിട്ടും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ സോപ്പും വെള്ളത്തിലൊന്ന് മുക്കി എടുത്താലും മതി. അപ്പോൾ ആ പൊടി പിടിച്ച ഭാഗമൊക്കെ ക്ലീൻ ആവാനായിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അധികം റിസ്ക് ഒന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതേ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ഇത് തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനത്തെ നമ്മളെ ബാഗ് നമ്മളിവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്തെടുത്തപ്പോഴത്തെ ലുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നല്ല പോലെ അഴുക്കൊക്കെ പോയിട്ടുണ്ട്. നല്ല രീതിയിൽ ആ പേനയുടെ മാർക്കും അതുപോലെ തന്നെ അഴുക്കൊക്കെ പോയിട്ട് ആ പൂപ്പലും കാര്യങ്ങളൊക്കെ പോയിട്ട് പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല രീതിയിൽ ഇതുമ്പോൾ പൂപ്പലും പൊടികളും അഴുക്കും കരിമ്പനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നനഞ്ഞിട്ടിരിക്കണം കേട്ടോ. നമുക്ക് ഇനി ഇതൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ മഴക്കാലമല്ലേന്ന് വെച്ചിട്ട് എല്ലാവരും മടി പിടിച്ചിരിക്കേണ്ടത്, ഉണങ്ങാൻ ബുദ്ധിമുട്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് ഇനി ചെയ്യാതിരിക്കേണ്ട. നമുക്കിത് ഉണക്കാനായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ഡ്രയറിലിട്ടിട്ടൊന്ന് വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് നമുക്ക് രാത്രി റൂമിൽ നമ്മൾ ഫാനൊക്കെ ഇടുമ്പോൾ റൂമിൽ താഴെ എവിടെയെങ്കിലും ഒന്ന് കസേരയിലോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഫാനിൻ്റെ കാറ്റടിച്ചാൽ തന്നെ നേരം വെളുക്കുമ്പോഴേക്കും ഒന്ന് ഡ്രൈ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ 2 ദിവസമൊക്കെ ഇങ്ങനെ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചാൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് സ്കൂൾ തുറക്കുമ്പോഴേക്കൊക്കെ ബാഗ് റെഡിയാവും. അപ്പോൾ നിങ്ങൾ ബാഗ് പഴയതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയണ്ട, ഇപ്പം തന്നെ എടുത്തിട്ട് വേഗം റെഡിയാക്കിക്കോ. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഇനി പുതിയ ബാഗൊന്നും വാങ്ങിച്ചാലും പൈസ കളയണ്ട. അപ്പോൾ ഇത് ഇത്രയുള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു, വളരെ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണിത്. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. പിന്നെ നമ്മളെ വീഡിയോയെക്കുറിച്ചുള്ള വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട അടിപൊളി ടിപ്സുകളും റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്